2024 കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാ തരം ജോണറിലുള്ള പടങ്ങളുടെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 5-8 പേര് വേറെയുണ്ട്. എല്ലാ തരം ബജറ്റിൽ ഇപ്പോൾ ബ്ലസ് ചേട്ടൻ പോയി ചെയ്ത പോലത്തെ അങ്ങനത്തെ ഒരു ബജറ്റ് ചെയ്ത പടവും ഇങ്ങനത്തെ ഒരു ബജറ്റ് ചെയ്ത പടവും ഇങ്ങനത്തെ ഒരു ബജറ്റ് ചെയ്ത എല്ലാ തരം ബജറ്റിലുള്ള പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരം ഫ്ലേവേഴ്സിലുണ്ടായിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർ ഹീറോസ്, ഏത് ഗ്രേഡിലുള്ള ഹീറോസ് അഭിനയിച്ച പടങ്ങളുടെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ടന്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഹീറോ എന്ന് പറയുന്ന പരിപാടി നിൽക്കുന്നു. പ്രേമലു പോലത്തെ ഏത് മറ്റേ ഭയങ്കര ചിന്തകനായിട്ടുള്ള ആളും പോയിട്ട് തിയേറ്ററിൽ നിന്ന് ചിരിക്കുന്നു, ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോരുമോ. കിഷ്കിന്ദ കാണ്ടം പോലെ ഒരിക്കലും ഓണത്തിന് ഇറക്കരുതെന്ന് പറഞ്ഞ ഒരു സൈഡിലുള്ള ആൾക്കാർ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓണപ്പടമായിട്ടൊരു കൊച്ചു പടം വരുന്നു, അത് അടിച്ചിട്ട് പോകും. അതേപോലെ മഞ്ഞുമൽ ബോയ്സ് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ ഇതിനൊക്കെ ഓഡിയനുണ്ട്. ബ്ലസ് ചേട്ടൻ പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ് പോയിന്റ്. അതായത് നമ്മൾ ഈ ഫിലിം മേക്കർ എടുക്കുന്ന എഫോർട്ട് എന്താണെന്നുള്ള പ്രേക്ഷകർ അറിയേണ്ട വിഷയമേ അല്ല. അവന് വേണ്ടത് അവന് കണ്ടിട്ടില്ലാത്ത പരിപാടിയാണോ, അവൻ എൻഗേജ് ചെയ്യിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന മലയാള സിനിമകൾ ഓഫ് കോഴ്സ് ഇതാണ്. പക്ഷേ ഒപ്പം തന്നെ തമിഴിലിറങ്ങിയ ലബ്ബർ പന്തും മെയ്യഴകനും ഒന്നും പറയാതെ പോകാനും. മെയ്യഴകനൊക്കെ നമ്മൾ 96 ഒക്കെ ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണോ ചർച്ച ചെയ്തുകൊണ്ടത്, അതുപോലെ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ എക്സാക്ട്ലി. ഒരു സിനിമ ഒരു കല എന്നതിനപ്പുറം നമ്മളെ ആ സംവിധായകൻ, ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ആലോചിച്ചു ഇയാൾ എന്തൊരു നല്ല മനുഷ്യനായിരിക്കും എന്നാണ് ചോദിച്ചത്. ഈ എഴുതിയ ആൾ, ഇത് എഴുതിയൊരു മനുഷ്യനുണ്ടല്ലോ, അതിന് തത്തം മറ്റേ കിളികൾക്ക് ഫുഡ് കൊടുത്ത് ഒറ്റയ്ക്കിരിക്കുകയല്ലേ, എന്ത് രസമാണ് അത്. അതൊന്നും അല്ലെന്നേ. മനുഷ്യന് ഈ അഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, റൂട്ട്സ്, നിങ്ങളുടെ റൂട്ട്സ് എവിടെയാണ് നിങ്ങളുടെ റൂട്ട്, ആ റൂട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ലോകത്തിന് ഏത് പ്രധാനമന്ത്രിയായിട്ട് നിങ്ങൾ എവിടെ പോയിരുന്നാലും ആ റൂട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന പോലെ ഒന്നും നിങ്ങളോട് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നൊരു ആശയം ഒട്ടും പ്രീച്ചിങ് ഇല്ലാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ചെറിയ ആർജവൊന്നും പോലെ അങ്ങനെ പടം ചെയ്യണമെങ്കിൽ 2 പേര് ഇരുന്നങ്ങ് സംസാരിക്കുക ഒരു പടത്തിൽ 2 മണിക്കൂർ ചില പരിപാടിയില്ല. അതിനകത്ത് കമൽഹാസൻ്റെ ഒരു പാട്ടൊരു സമയത്ത് വരുന്നുണ്ട് അല്ലേ, യാറോ ഇവൻ ആറോ എന്ന് പറയുന്നത്. നമ്മളറിയാതെ കരഞ്ഞു പോകും, നമ്മളറിയാതെ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കും, നമ്മുടെ റൂട്ട്സിനെ കുറിച്ച് ആലോചിക്കും. അവിടെയാണ് ഒരു സിനിമ ഇനിയും 100 വർഷം കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാകുന്നതിനെക്കുറിച്ചൊരു ക്രിയേറ്ററോ ഒരു ഫിലിം മേക്കറോ അഭിമാനം കൊള്ളേണ്ടോ. പ്രേംകുമാറിൻ്റെ ഇൻ്റർവ്യൂസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ സംവിധായകൻ്റെ തന്നെ പറയും, ആ സിനിമയിൽ എന്താണോ നമ്മൾ ഫീൽ ചെയ്യിക്കുന്നത് അത് നമുക്ക് അദ്ദേഹത്തിലും എവിടെയൊക്കെയോ സംസാരിക്കുന്ന സമയത്ത് അത് കാണാൻ എന്നുള്ളൊരു സാധനം പറയും. ആനന്ദിന് ഏതായിരിക്കും ഈ വർഷത്തിലെ ഒരു ഫേവറേറ്റ് 3 ഒക്കെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ? ഫേവറേറ്റ് 3 പിക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ എല്ലാ സിനിമകളും കണ്ടാണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ പറഞ്ഞ ഓരോ ഫിലിം മേക്കേഴ്സിൻ്റെയും ജോണർ ബാക്ക് ചെയ്യാൻ. ഇപ്പം സൂക്ഷ്മദർശിനിയുടെ അങ്ങനെ ചെയ്യാനുള്ള തീരുമാനം, ആ സിനിമേനെ ഇപ്പോൾ ആ കഥ ഞാനായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്, അല്ലെ ആ ഒരു ധൈര്യം എനിക്ക് ഉണ്ടാവില്ല. അതിനെ ഒരു ഹ്യൂമറസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഈ പറയുന്ന ആ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ഗഗനാചാര്യയുടെ എഫേർട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ ഗഗനാചാര്യ പോലൊരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 പിക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമലു. ഇറ്റ് ഈസ് ആക്ച്വലി ഭയങ്കര എൻ്റർടൈനർ ആണെന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആട്ടം ഇസ് ഈസിയർ ടു മേക്ക്. പ്രേമലു ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ എൻ്റർടൈൻ ചെയ്യുക, അങ്ങനെ ഓരോ 10 മിനിറ്റ് എൻ്റർടൈൻ ചെയ്യുക, അത്രയും ഒരു മാസ് ഓഡിയൻസിനെ അത്രയും രീതിയിൽ എൻ്റർടൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. മഞ്ഞുമൽ ബോയ്സ് അച്ചീവ് ചെയ്ത ഒരു സ്കെയിലുണ്ട്. എങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ അങ്ങനെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടും ആ ഗുഹ ചെയ്തിരിക്കുന്ന ഒരു സ്കെയിലുണ്ട്. ഇറ്റ്സ് അൺബിലീവബിൾ. അപ്പോൾ ഒരെണ്ണം പിക്ക് ചെയ്യുക ഇസ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ. ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ഗംഭീര അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉള്ളൊഴുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹൈ തന്ന ഒരു സിനിമയാണ്. ആ 2 പേരുടെ ആ കഥ ചെയ്യാനെടുത്ത ഒരു ഡിസിഷൻ അത് ആക്ച്വലി തിയേറ്ററിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നന്നായി സ്വീകരിക്കപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഉള്ളൊഴുക്കും കാതലും ഒക്കെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഇപ്പം ഇങ്ങനെ ചില നമുക്ക് പോലുള്ള ആൾക്കാർ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് വലിയ പ്രോത്സാഹനമാണ്. ഇപ്പോൾ കാതൽ ഹിറ്റായത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നായിരുന്നു. കാതലാട്ടം ഇറങ്ങുന്നതിന് മുമ്പാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇപ്പോൾ എനിക്ക് ഉള്ളൊഴുക്ക് തിയേറ്ററിൽ ആളുകൾ അങ്ങനെ കാണുന്നു കയറുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ഫിലിം. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ അല്ല. അതൊക്കെ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നമ്മളുടെ അടുത്ത സിനിമ ചെയ്യാൻ. എനിക്ക് മാത്രമല്ല, ഞാൻ കാണുന്നത് കൂടുതലും പ്രൊഡ്യൂസേഴ്സിന് ഇത്
ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അവരില്ലെങ്കിൽ സിനിമയില്ല. നമ്മൾ സംസാരിക്കാത്ത ഒരു ഏരിയ ആണ് ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോൾ പറയുന്ന ഈ 50 കോടിയും 100 കോടിയും മാത്രമല്ലല്ലോ പ്രോഫിറ്റ്. എല്ലാം കഴിഞ്ഞ് 1 കോടി രൂപ പ്രോഫിറ്റ് വന്നാലും ദാറ്റ് ഇസ് പ്രോഫിറ്റ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു സിനിമ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള സിനിമകളുടെ സക്സസ് മലയാളത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഫിലിം മേക്കേഴ്സിന് ഭയങ്കര ഒരു നല്ല കാലമാണ്, നോ ഡൗട്ട്.